കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയില് CA മാർട്ടിനുമായിട്ട് കിരൺ സംസാരിക്കുകയാണ്. കിരൺ പറഞ്ഞു, മനോഹറിന്റെ സാഹചര്യമാണ് അവനെ ഇങ്ങനെ ആക്കി തീർത്തെ, അവനെ നമുക്ക് അധികം കുറ്റം പറയാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മാർട്ടിൻ പറഞ്ഞു, ആ സരയു വന്ന് കുറെ വെല്ലുവിളികളൊക്കെ നടത്തിയായിരുന്നു പറഞ്ഞു. കിരൺ പറഞ്ഞു, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവള് ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതെ, എന്നെ കല്യാണിയൊക്കെ കൊല്ലാൻ നടന്ന അവളുടെ സ്വഭാവം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ CA പറഞ്ഞു, അങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, രണ്ടുപേരും ഒരേ സ്വഭാവക്കാരായിരുന്നല്ലോ. മനോഹർ ഇപ്പം മാറ്റം വന്നു, പിന്നെ സരയുവിനും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവരെ രണ്ടുപേരും ഒന്നിപ്പിച്ചു കൂടെയെന്ന് ചോദിച്ചു. അതൊരിക്കലും നടക്കില്ല സാറേ. സരയുവിന് ഇപ്പൊ അവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമെന്ന് പറഞ്ഞു മനോഹറിന്റെ. അവൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അവളെ ചതിച്ചെന്നുള്ള ചിന്തയാണ് അവളുടെ മനസ്സറിയും. ഇത് കേട്ടപ്പോ CA പറഞ്ഞു, എങ്കിൽ പിന്നെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും SI അങ്ങോട്ട് വന്നു. സരയു പോയെന്ന് പറഞ്ഞു. പോയോ? അപ്പൊ ഇനി കിരണ് ധൈര്യമായിട്ട് പോവാലോന്ന് CA മാർട്ടിൻ പറഞ്ഞു. കിരൺ പറഞ്ഞു, സാറേ ഒന്നുകൂടെ ഞാൻ മോളെ ഒന്നുകൊണ്ട് മനോഹറിനെ കാണിക്കട്ടെ, കാണിച്ച് യാത്ര പറഞ്ഞിട്ട് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അതിനെന്താ, പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ മനോഹറിന്റെ അടുത്തേക്ക് കിരൺ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് മനോഹർ പറഞ്ഞു, സാറേ അവള് വന്ന് കുറെ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടാ പോയിരിക്കുന്നേ, എന്നെ കൊന്നുകളയുന്നു, ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്. സാരമില്ലടാ, നീ അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ, നീ ഇനി പരോളിന് ഇറങ്ങുന്ന സമയത്ത് സൂക്ഷിക്കണം. പരോളിന് ഇറങ്ങുന്ന സമയത്ത് നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, നിനക്കുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഞാൻ ഒരുക്കിക്കോളാം, നിനക്കുള്ള വീടൊക്കെ ഞാൻ റെഡിയാക്കി തരാം, നീ അവിടെ താമസിച്ചാൽ മതി. പിന്നെ സ്റ്റെഫിയെ കുറിച്ചൊക്കെ അറിയാലോ, അവൾ എന്താ ഏതാ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു പേടിയില്ല സാറേ, സാറിനെ കല്യാണി മാഡത്തിൻ്റെ കാര്യത്തില നിങ്ങൾക്കൊരാപത്ത് വരില്ലെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അത് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, എൻ്റെ മോളുടെ ആശ്രയം നിങ്ങളല്ലേ. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, എടാ അങ്ങനെയൊന്നും ഓർത്ത് നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഒടുവിൽ കൺമണി മോളോട് പറഞ്ഞു, ദേ അച്ഛന് ടാറ്റ കൊടുക്കാൻ പറഞ്ഞു. മനോഹറിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എനിക്കൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ സാറേ, ഇടയ്ക്ക് വല്ലപ്പോഴും എൻ്റെ മോളെ എനിക്കൊന്ന് കാണണം, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. ഒടുവിൽ കിരൺ അവിടെ നിന്ന് തിരികെ പോരുവാണ്. പിന്നീട് മനോഹർ ജയിലിലേക്ക് തിരികെ വരുവാണ്. ആ സമയത്ത് സഹപ്രവർത്തന ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഇവിടെ പൊന്നാടയൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചേനെന്ന് പറഞ്ഞു. എടാ അതുപോലെ നല്ലൊരു പ്രവൃത്തിയല്ലേ നീ ചെയ്തേ, ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ദുഷ്ടനെ തീർത്തില്ലേ, അവൻ ഇങ്ങോട്ടേക്ക് തിരികെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ജയിലിലുള്ളവർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു അവനെ, ഒരു നല്ല കാര്യമല്ലേ നീ ചെയ്തേന്ന് ചോദിച്ചു. ഇത് കേട്ടോണ്ട് വിക്രം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, പിന്നെ നല്ല കാര്യം ഇവൻ ചെയ്തത്, എടാ നീ എന്റെ ഗംഗേടനെ തീർത്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഞാൻ വീട്ടുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മനോഹർ ചോദിച്ചു, നീ എന്ത് ചെയ്യുന്ന, നീ ഒന്നും ചെയ്യില്ലടാ, അതിനുള്ള ചങ്കൂറ്റം കാര്യങ്ങളൊന്നും നിനക്കില്ല, എന്റെ അത്ര ചങ്കൂറ്റം നിനക്കില്ല എന്ന് പറഞ്ഞു. നിനക്ക് ഈ പറയാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് കാണാടാന്ന് പറഞ്ഞു. മനോഹർ പറഞ്ഞു, കാണുക തന്നെ ചെയ്യാടാ, മര്യാദയ്ക്ക് പരോളിന് ഇറങ്ങി ഇങ്ങോട്ട് കയറി വരുവാണെങ്കിൽ നിനക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ അവിടെ എന്തേലും ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ ഞാൻ തീർത്ത് കളയും, ഞാൻ സ്നേഹിക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ഇതേടെ വിക്രം പറഞ്ഞു, നീ വലിയ ആളാന്നാ നിന്റെ വിചാരം, ഗംഗേണ്ണെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റുമോ, ഗംഗേന്റെ ആത്മാവുണ്ടല്ലോ അലഞ്ഞിരിയുന്നുണ്ട്, നിനക്ക് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. മനോഹർ പറഞ്ഞടാ, മരിച്ചവരെ പേടിക്കേണ്ട കാര്യമില്ല, ജീവിച്ചിരിക്കുന്നവരെ പേടിച്ചാൽ മതി, എന്തേലും കാര്യത്തിൽ നീ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നെ സ്നേഹിക്കുന്നവരെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പിന്നെ ഭൂമിയിൽ വെച്ചേക്കുവോ, ഒരു കാരണവശാലും ഇല്ലടാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സഹപ്രവർത്തകൻ വിക്രത്തോട് പറഞ്ഞു, എടാ പോടാ, ഇനി ഇവന്റെ കൈ കൊണ്ട് നീ ചാവാതെ ജീവനുണ്ടെ പോകാൻ പറഞ്ഞു. ഈ സമയത്ത് വാർഡൻ വന്നിട്ട്, ചെന്താടാ നീയൊക്കെ വീണ്ടും തുടങ്ങിയോന്ന് ചോദിച്ചു. ഒടുവിൽ വിക്രം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും മനോഹറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ പോയതൊരു കാട്ടുമാക്കാനാ, അവരുടെ സ്വഭാവം അറിയാലോ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ വാർഡൻ പറഞ്ഞിട്ട് വാർഡനെ ഉടന്നു പോയി. പക്ഷെ മനോഹർ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്ത് വന്നാലും നേരിടുക തന്നെ ചെയ്യും എന്നൊരു ചിന്തയായിരുന്നു മനോഹറിന്റെ മനസ്സിൽ. പിന്നീട് കിരൺ വന്ന് കല്യാണിയും ലക്ഷ്മിയമ്മയും കാർത്തിയൊക്കെ ആയിട്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് കാർത്തിക പറഞ്ഞു, ഒരു പക്ഷെ ഇനി അവന് അധികം ശിക്ഷയൊന്നും കിട്ടത്തില്ലായിരിക്കും മനോഹറിന്, അവൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം, അവന് നല്ലൊരു ജോലിയും വീടും ഒക്കെ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ലക്ഷ്മിയമ്മ പറഞ്ഞു, ജോലിയൊക്കെ നമുക്ക് കൊടുക്കാൻ മോളെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അവൻ എന്താണെങ്കിലും വീട് കൊടുക്കും ഞാൻ, നമുക്ക് വേണ്ടിയിട്ടല്ലേ അവൻ ഇത്ര വലിയ ത്യാഗം ചെയ്തേ, പക്ഷെ ശിക്ഷയുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ചിലപ്പം നവീൻ പറഞ്ഞിരിക്കുന്ന ഗംഗാപ്രസാദിനെ കൊന്നതും അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ഉൾപ്പെടെ കുറെ കേസുകളും കാര്യങ്ങളൊക്കെ അവന്റെ മേലുണ്ടല്ലോ,
അപ്പം അതെങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല, എന്നാലും മാക്സിമം ശ്രമിക്കാന്നൊക്കെയാണ് നവീൻ പറഞ്ഞിരിക്കുന്നത്. കാർത്തി പറഞ്ഞു, അല്ല ഈ സരുവിനെയും മനോഹരനും തമ്മിൽ ഒന്നിപ്പിക്കാൻ നമുക്ക് പറ്റില്ലെന്ന് ചോദിച്ചു. അതും നടക്കുമെന്ന് തോന്നില്ല കാർത്തിയേച്ചി എന്ന് കല്യാണി പറഞ്ഞു. മുമ്പായിരുന്നെങ്കിൽ സരുവിന് ഭയങ്കര സ്നേഹമായിരുന്നു അവനോട്, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, അവനെ കണ്ട കടിച്ചു കീറി കൊല്ലാൻ പാത്രം നടക്കുമല്ലേ. ലക്ഷ്മിയൻ പറഞ്ഞു, ഈ പറയുന്നേ അവളും അത്ര നല്ലതൊന്നും ആയിരുന്നില്ലോ, അവളുടെ സ്വഭാവം എന്തായിരുന്നു, പിന്നീടല്ലേ അവൾക്ക് മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചു. ഇപ്പം മനോഹറിനും മാറ്റം വന്നു, പിന്നെ മാറ്റം വന്നു കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും ഒന്നിച്ച് താമസിക്കുകയാണെങ്കിൽ നല്ലൊരു ജീവിതം ഉണ്ടാവില്ലേ, കൺമണി മോൾക്ക് അച്ഛനും അമ്മയും ആകത്തില്ലേന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെയാ, പക്ഷെ അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആവും എന്നറിയില്ല. കാർത്തി പറഞ്ഞു, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ മനസ്സ് മാറിയില്ല സരുവിന്റെ, കാലം മായ്ക്കാത്ത മുറിവുകളൊന്നും ഇല്ലല്ലോ, ചിലപ്പോൾ അതൊക്കെ മാറി അവൾ ചിലപ്പോൾ മനോഹരനെ പഴയതുപോലെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാലോ. കിരൺ പറഞ്ഞു, അതിൽ എനിക്കൊരു വിശ്വാസമില്ല, എന്നാലും നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അവൾക്കിപ്പോൾ മനോഹർ എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്, മനോഹരനെ കണ്ടുകൊണ്ട് കൊല്ലാൻ നടക്കും അവളെന്ന് പറഞ്ഞു. പിന്നീട് കിരണും കല്യാണിയും അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ കാർത്തി ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, കിരണിനെ കല്യാണിയേക്കാളും കൂടുതൽ നമ്മൾ അവനോട് മനോഹരനോട് നമ്മളാണ് സ്നേഹം കാണിക്കേണ്ടത്, കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് ഗംഗാപ്രസാദിനെ അവൻ ഇല്ലാതാക്കിയിരിക്കുന്നത്, അവർ ചെയ്യുന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വേണം അവന് ചെയ്തു കൊടുക്കാനെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ആ ഗംഗാപ്രസാദ് ഭൂമിയിലുണ്ടായിരുന്നെങ്കിൽ നമ്മളെ അവൻ ജീവനോടെ വെച്ചേക്കില്ലായിരുന്നല്ലോ. കിരൺ പറഞ്ഞു കേട്ടോ, കുടുംബത്തിൽ പൂച്ചനും പട്ടിയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്ന വിഷപ്പാമ്പുകളൊക്കെ അവ കടിച്ചു കൊന്ന് തിന്നുമെന്ന് എന്ന് പറഞ്ഞ പോലെയാ മനോഹർ ചെയ്തേ. മനോഹർ അത്ര നല്ലൊരു ഉപകാരമല്ലേ നമുക്ക് ചെയ്തേ. വീട്ടിലേക്ക് കയറി വന്ന ശത്രു ഗംഗാപ്രസാദിനെ തീർത്ത് കളഞ്ഞില്ലേ അവന്, അപ്പൊ അവന് വേണ്ടിയിട്ട് നമ്മൾ നിലനിൽക്കണം, അവന് വേണ്ടി എന്ത് സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയ പറഞ്ഞു, അതിന് എനിക്കും ഒരുക്കുക, അവനൊരു ആഗ്രഹം മാത്രമല്ലേ ഉള്ളെന്ന് പറഞ്ഞേ, അവന്റെ മോളെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന്. കിരൺ എന്നാളും കൊണ്ടേ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിപ്പോ സരിയു എത്ര മാത്രം എതിർത്താലും കൊണ്ടേ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിരണിനോടൊപ്പം നമ്മൾ നിൽക്കണം മോളെ, സരുവിന്റെ എതിർപ്പൊന്നും നമ്മൾ വകവെക്കേണ്ട കാര്യമില്ല, ഏത് വിധേനയും മോളെ നമുക്ക് അവനെ കൊണ്ട് ഇടയ്ക്ക് കാണിക്കണം, അവന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണമെന്ന് ലക്ഷ്മിയമ്മയും പറയുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സരയു ശാരിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ശാരിയോട് പറഞ്ഞു, അമ്മേ കിരൺ കുഞ്ഞിനെ കൊണ്ട് പോയത് ഇനിയിപ്പം മനോഹരനെ കാണിക്കാനാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ശാരി പറഞ്ഞു, അല്ല നീ പോലീസ് സ്റ്റേഷനിൽ പോയതല്ലേ, എന്നിട്ടോ അവിടെ എങ്ങും കുഞ്ഞിനെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവിടേക്കല്ല പോയെന്നുള്ള കാര്യം മനസ്സിലായല്ലോ, എന്നാലും എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം. സരുവിന് നല്ല സംശയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് രൂപേ സൈന്യം അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അവര് വന്നിട്ട് ചോദിച്ചു, എന്താ സരു എന്ന് ചോദിച്ചു. അല്ല കുഞ്ഞിനെ കൊണ്ട് കിരൺ എങ്ങോട്ടാ പോയെന്ന് ഇവൾക്ക് നല്ല സംശയം ഉണ്ടെന്ന് ശാരി പറഞ്ഞു. രൂപ പറഞ്ഞു, സരു നീ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണേ, എന്താണ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ലെന്നുള്ള കാര്യം അറിയാലോ, മനോഹരനെ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചിട്ടില്ല, നീ സ്റ്റേഷനിലേക്ക് പോയതല്ലേന്ന് ചോദിച്ചു. അതെ, ഞാൻ അവിടെ ചെന്നപ്പോ കണ്ടില്ല. പിന്നെന്തിനാ നീ സംശയിക്കണമെന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ സംശയമൊന്നുമില്ല, ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ആ സംശയം ഇല്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം രൂപ പറഞ്ഞു, കൺമണി മോളെ കൊണ്ട് അവൻ പുറത്തു പോയിട്ട് കുറെ ദിവസമായി, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ഓർത്ത് പോയതാ. ശാരി പറഞ്ഞ, അത് ശരിയാ, കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, കൺമണി മോളുടെ കൈ നിറയെ സാധനങ്ങളായിരുന്നു പറഞ്ഞു. രൂപ പറഞ്ഞു, അതാ പറഞ്ഞേ, ഇനി വെറുതെ നീ ഇങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സരി പറഞ്ഞു, എനിക്ക് എന്ത് സഹിക്കാൻ പറ്റും, പക്ഷെ ഉണ്ടല്ലോ ആ മനോഹരനെ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല നീ ഇനിയിപ്പോ സങ്കടപ്പെടുകയൊന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് നിന്റെ മോളെ കണ്ടേ പോയി കാണാൻ പറഞ്ഞു. സരിയും അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഈ സമയത്ത് ശാരി പറഞ്ഞു, അവൾക്ക് നല്ലൊരു ഭയമുണ്ട് മനോഹരനെ കൊണ്ട് കുഞ്ഞിനെ കാണിക്കുമെന്ന്. എന്തിനാ അവള് ഭയക്കുന്നേ, അവളും അത്ര നല്ലവളൊന്നും ആയിരുന്നില്ലല്ലോ, അവൾ എന്തൊക്കെ പ്രവർത്തികളാ ചെയ്തു കൂട്ടിയത്, എന്നിട്ട് ഇപ്പോഴല്ലേ അവൾ നല്ലവളായത്. ശരിക്കും പറഞ്ഞാല് അവളെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നീ അവളും ഒക്കെ ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകി ജീവിക്കേണ്ട വന്നേനം, ഞങ്ങളുടെ കനിവുള്ളത് കൊണ്ട് മാത്രമല്ലേ. അത് കേട്ടപ്പോൾ ശാരിക്ക് ഉത്തരം മുട്ടി. ഇതേ സമയം സരിയു നേരെ പോയത് കല്യാണിയെ കാണാനായിട്ടാണ്. കല്യാണിയുടെ മുറിയിലേക്കാ. കല്യാണി അവിടെ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സരുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, നീയോ വാ ഇരിക്കാനൊക്കെ പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് സരുവിനോട് കല്യാണി പറഞ്ഞു, എന്താ സരു നീ പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് കേട്ടല്ലോ, കിരണേട്ട കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ നിനക്ക് സംശയമല്ലേന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഞാൻ കരുതി കിരൺ മനോഹരനെ കാണിക്കാനായിട്ട് കുഞ്ഞിനെ കൊണ്ട് പോയി കാണുമായിരിക്കുന്നു. അല്ല നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സരു പറഞ്ഞു, അറിഞ്ഞു. കല്യാണി പറഞ്ഞു, ആ ഗംഗാപ്രസാദ് എന്ന ദുഷ്ടനെ അവനെ മനോഹർ ഇല്ലാതാക്കിയത് ഒരു നല്ല കാര്യം തന്നെയാ അവൻ ഈ പ്രായത്തിനിടയ്ക്ക് ചെയ്തിരിക്കുന്നത്. അവൻ കുറെ ദുഷ്ടതകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് സരയോ, പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഒരു നല്ല കാര്യമാണ്, ഒരു പുണ്യപ്രവൃത്തി തന്നെയാ അവൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ സരുവിന് ഒട്ടും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത്
കല്യാണി പറഞ്ഞു, എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്. നിനക്ക് അവനെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ലെന്നും അറിയാം. പക്ഷെ അവനിപ്പോൾ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? നിന്നോടൊപ്പം ജീവിതമൊന്നും അവൻ മോഹിക്കുന്നില്ല. അവന് ഒരു കാര്യം മാത്രമേ വേണ്ടുള്ളൂ. അവന്റെ മോളെ ഇടയ്ക്കിടയ്ക്ക് അവനൊന്ന് കാണണം. അത് മാത്രം. ഒരു പക്ഷേങ്കിൽ അവന്റെ ആഗ്രഹം ഞങ്ങൾക്ക് നിറവേറ്റി കൊടുത്തേ മതിയാവുള്ളൂ. അത്ര വലിയൊരു ദുഷ്ടനെയല്ലേ അവൻ തീർത്തിരിക്കുന്നത്. ഇനിയിപ്പം നിന്റെ സമ്മതം ഇല്ലെങ്കിൽ പോലും നീ അറിയാതെ ഞങ്ങൾക്ക് മോളെ കൊണ്ടുപോയി അവനെ കാണിക്കേണ്ടതായിട്ട് വരും. കാരണം ഞങ്ങളിപ്പോൾ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ നല്ലവനായിട്ടും തീരുമാനിച്ചിരിക്കുക. നിന്നെ ഞങ്ങൾ ഫോഴ്സ് ചെയ്യത്തൊന്നുമില്ല മനോഹരമായിട്ട് ഒന്നാവാനായിട്ട്. പക്ഷെ തെറ്റുപറ്റാത്ത മനുഷ്യൊന്നും ഇല്ലല്ലോ സരയു. അതുകൊണ്ട് നീ അവനും കൂടെ ഒന്നിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ അത് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരു കാലത്ത് നീ അവനെ ജീവന തുല്യം സ്നേഹിച്ചല്ലേന്ന് ചോദിച്ചു. സരയു പറഞ്ഞു, എനിക്കിപ്പം അങ്ങനെ വലിയ വൈരാഗ്യം കാര്യങ്ങളൊന്നും മനോഹരനോടില്ല. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. സരയു നന്നായിട്ട് അഭിനയിക്കുകയാണ് കല്യാണിന്റെ മുന്നിൽ. പിന്നെ അവന് മാറ്റം വന്നോണ്ടല്ലേ അവൻ ഇങ്ങനെ ചെയ്തേ. അത് കേട്ടപ്പോൾ കല്യാണി വെച്ചു, നിന്നെ എനിക്ക് വിശ്വസിക്കാലോ അല്ലേ? വിശ്വസിച്ചോ കല്യാണി? പിന്നെ എനിക്കിപ്പോൾ അവനെ കൊല്ലണമെന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമായിട്ടാ സരയു എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. പിന്നീട് സരയു അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങ് പതുക്കെ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, കല്യാണി നിനക്ക് സുഖമല്ലേന്ന് ചോദിച്ചു. അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയെന്ന് പറഞ്ഞു. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഓഫീസിലേക്ക് വരാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ബുദ്ധിമുട്ടുള്ളൂ. സാരമില്ല, അതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. മുറിവൊക്കെ നന്നായിട്ട് ഭേദമായിട്ട് ഓഫീസിലേക്ക് വന്നാൽ മതി എന്നൊക്കെ സരയു പറഞ്ഞിട്ട് അങ്ങ് തിരിഞ്ഞ് നടക്കുവാണ്. സരയുവിന്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഇവളെ കൊല്ലണം എന്നൊരു ചിന്തയായിരുന്നു. അധിക ദിവസം നീ ഭൂമി ജീവനോടെ കാണില്ലടി എന്നൊക്കെയാണ് മനസ്സിൽ പറയുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.